ഗൈസ്, കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ്റെ വീഡിയോ ചെയ്യണമെന്ന്. നമുക്കപ്പം കാര്യത്തിലേക്ക് കിടക്കാം. ഫേസ് വാഷ്, ടോണർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് ലാസ്റ്റ് നമ്മുടെ ലിപ് ബാം. ആദ്യമേ തന്നെ നമ്മുടെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് വാരി വലിച്ച് തേച്ച് നമ്മുടെ മുഖം ഒരു പരീക്ഷണശാലയാക്കരുത്. ആദ്യമേ സ്കിൻ ടൈപ്പും മനസ്സിലാക്കിയതിനു ശേഷം സ്യൂട്ടബിൾ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുക. ഇപ്പം എന്തെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. മറ്റൊരു പ്രോബ്ലം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മുഖമൊക്കെ കഴുകുമ്പോൾ ഭയങ്കര ഹാർഷ് ആയിട്ട് കഴുകാതെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് മാത്രം കഴുകുക. അതേപോലെ തന്നെ തുടയ്ക്കുക. ഇനി ബേസിക് സ്കിൻ കെയർ റുട്ടീന് വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങുന്ന പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഞാൻ നിർബന്ധിക്കില്ല. കാരണം നിങ്ങൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ ഒരു റുട്ടീന് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഫേസ് വാഷ് എന്ന് പറയുന്നത്. സ്കിൻ ടൈപ്പിന് ചേരുന്ന ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ടോണർ ആയിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. എന്റെ ഈ ഒരു ഏജിൽ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ടോണർ ആയിട്ട് ഈ ഒരു റോസ് വാട്ടർ തന്നെയാണ്. സ്കിന്നിന് ഇതൊക്കെ സ്യൂട്ട് ആവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണേ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടതാണ് മോയ്സ്ചറൈസർ. പോൺസിന് മോയ്സ്ചറൈസർ ഏതാണെങ്കിലും അതൊരു നല്ല ഓപ്ഷൻ ആണ്. നല്ല ഹൈഡ്രേറ്റഡ് ആക്കി ഫേസ് വെക്കുന്ന ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ യൂസ് ആക്കണമെന്നില്ല. സ്കിപ്പ് ആക്കുകയേ ചെയ്യാണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട സാധനമാണ് സൺസ്ക്രീൻ. സ്കിൻ ടൈപ്പ് കണ്ടുപിടിച്ച് സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഈ സ്കൂൾ സമയത്തൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ ഈ പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് നല്ലൊരു ലിപ് ബാം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങളുടെ സ്കിൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മുടെ ഫേസിന്റെ കാര്യമാണ്. നമ്മൾ ഒരിക്കലും മുഖം ഒരു പരീക്ഷണശാലയാക്കാൻ പാടില്ല. നിങ്ങൾ ഈ പ്രായത്തിൽ തന്നെ കോമ്പാക്ട് ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ടാൽക്കം പൗഡർ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. പോൺസിന്റെ ഈ ഒരു ടാൽക്കം പൗഡർ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഏതാന്നൊക്കെയല്ലേ, അതാണ് ഈ ഫൗണ്ടേഷൻ, BB ക്രീം അങ്ങനെയുള്ള സാധനങ്ങൾ. ഈ ഒരു പ്രായത്തിൽ ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഫേസിൽ നിറച്ച് പിമ്പിൾസും പാടുകളും ഒക്കെ വരും. പിന്നെ അങ്ങേയറ്റം കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാണ് ഈ സാധനങ്ങളൊക്കെ. നമ്മൾ ഒരു ഏജ് കഴിയാതെ ഇതൊന്നും യൂസ് ആക്കാനേ പാടില്ല. ഇനി ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയാണ് ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ലിപ്സ്റ്റിക്കിനൊക്കെ പകരമായിട്ട് ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാംസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏത് ബ്രാൻഡ് വേണമെങ്കിലും ആയിക്കോട്ടെ, ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്സ് നല്ല രീതിക്ക് പിഗ്മെന്റ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ടിൻഡഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ആക്കുക. ഇനി ടീനേജേഴ്സിന് പറ്റിയിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാവേ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.